ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നപ്പോൾ കമ്മിളികളായ ചില മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് സിന്ധു സൂര്യകുമാർ അടക്കമുള്ള ചില മാധ്യമപ്രവർത്തകർക്ക് വല്ലാത്ത ചൊറിച്ചിലായിരുന്നു. അതായത് കേരളം 100% സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് 10 പേരെങ്കിലും കുംഭമേളയിൽ പോകും, എന്തോ മഹാപാപം ചെയ്യുന്നത് പോലെയാണ്. അതായത് ഹിന്ദുവിന്റെ ആചാരം എന്ത് നടത്തിയാലും അത് മഹാപാതകമാണ്, അത് മതേതരത്വമല്ല, വർഗീയതയാണ്. ഇനി ഹിന്ദു മറ്റാരുടെയെങ്കിലും ആചാരത്തെ നടത്തിയാൽ അത് മതേതരത്വമാണ്, വർഗീയതയില്ല. ഇതാണ് ഇവരെ പോലുള്ളവർ പറയുന്നത്. ഈ മലപ്പുറത്ത് വലിയൊരു കുംഭമേളയ്ക്ക് സമാനമായ ഒരു നിളാതീരത്ത് നടന്നു. ഇതിനെന്തുകൊണ്ട് വിമർശിക്കാനും അല്ലെങ്കിൽ അയ്യോ കുംഭമേളയിൽ സാക്ഷരതയുള്ളവർ പോയി അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ളവർ പോയി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ തയ്യാറാകാത്തതുണ്ടാ? പോയത് വെളിയിൽ പറയുന്നില്ലല്ലേ. പിന്നെ അത് വലിയൊരു കാര്യം. ഈ നമ്മൾ സിന്ധു സൂര്യകുമാറിനെയും അല്ലെങ്കിൽ ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ പരിശോധിച്ചാൽ മനസ്സിലായി. ഇപ്പം അവരാണ് ഈ ലോകത്തെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. പിണറായി എന്ത് ചെയ്യണം, നരേന്ദ്രമോദി എന്ത് ചെയ്യണം, രാഷ്ട്രീയമാണെങ്കിലും മറ്റെല്ലാ മാനങ്ങളിലും. മാത്രമല്ല അവർ പറഞ്ഞാലാണ് എല്ലാം കേൾക്കുന്നത്. അവർ പറഞ്ഞില്ലേ ഇതൊന്നും ആരും അറിയത്തില്ല. അതായത് ഇപ്പൊ ഞാൻ കണ്ണടച്ചിരുന്നിട്ട് പറയും സൂര്യൻ ഉദിച്ചിട്ടില്ലെന്ന് പറയുന്ന കണക്കാണ് സിന്ധു സൂര്യകുമാറിന്റെ സങ്കല്പം. ഈ സിന്ധു സൂര്യകുമാറിന്റെ പഴയ ഒരു കഥയുണ്ട്, അതറിയാവോ? എനിക്ക് അറിയത്തില്ല. പുറകോട്ട് പോകണം. അന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ വിഷനിലാണ്, ഏഷ്യാനെറ്റിലൊന്നും അല്ല, വേറെ ഒരു ചാനൽ ഇരുന്ന സമയത്ത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ യുവജന സംഘടന കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പുറത്ത് കയറി ദേശീയ പതാക മാറ്റിയിട്ട് അവളുടെ കൊടി കെട്ടി. അന്നീ പാമ്പിടിച്ച കൊച്ചി ഇതുപോലെ പോസ്റ്റിലൊന്നും അല്ലായിരുന്നു, ഈ റോഡ് കിടന്ന് മയക്കി കൊണ്ട് കിടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ചെന്ന അവസ്ഥയിൽ റിപ്പോർട്ടായിരുന്നു. അവിടെ ചെന്നു ഇത് വലിയ ചെയ്തവന്മാർക്ക് അറിയത്തില്ല, പിള്ളേരല്ലയോ, ഏത് പാർട്ടിയുടെ ആരും എന്താ ചെയ്യുന്നതിനെ പറ്റി അറിയത്തില്ല. ആ കരിപ്പൂർ വിമാനത്താവളത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ്സിനെതിരെയുള്ള പ്രേക്ഷിത സമരം, ഏതായാലും സമരം ഏതാണെന്ന് എനിക്ക് അറിയില്ല. എവിടെ കെട്ടിയേക്കുന്ന എന്തോ കൊടിയ ഊരിയിട്ട് മുസ്ലിം ലീഗിന്റെ കൊടി കെട്ടിയെന്നറിയാം, നമ്മുടെ ദേശീയ പതാക. കേസിന് വല്ല മാർഗം വേണോ? ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ചെന്ന് പറഞ്ഞു അവന്മാരെ എടുത്തിട്ട് ഇടിച്ചങ്ങ് ഒരു ഇഞ്ച പരുവാക്കി. ഒരു പെണ്ണാന്ന് പോലും പരിഗണനയും കൊടുത്തില്ല. ഇത് വലിയ കേസാണ്. ഇന്നായിരുന്നേ സിന്ധു സൂര്യകുമാർ എന്തോ ചെയ്തേന്? പിണറായി ആണെങ്കിൽ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ വേറെയും നമ്മൾ പറയുന്നത് നരേന്ദ്രമോദി ആണെങ്കിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ സിന്ധു സൂര്യകുമാർ ആ കേസ് കോംപ്രമൈസ് ചെയ്തേ ഉള്ളൂ. മനസ്സിലായില്ലയോ? കാരണം അതിന്റെ പുറകിലൊന്നും പോയില്ല. പോകാമായിരുന്നല്ലോ, മാധ്യമങ്ങൾക്ക് അന്നും ഇന്നും വിലയുണ്ടല്ലോ, പോയില്ല. അപ്പം പോകാത്തതിന്റെ കാര്യം എന്തുവാ? പോയാലേ താടിയുള്ള അപ്പനെ പേടിയുണ്ട്. ആ സിന്ധു സൂര്യകുമാർ എന്നെ ആരും പേടിപ്പിക്കണ്ട, ഞാനെന്നും പറഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അവിടെ കിടന്ന് പറയട്ടെ. ഇതിന് ഇത്രയും വിലയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നിടത്തും നിങ്ങളെപ്പോലുള്ളവരെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ കൈമെനക്കാർത്താത്ത ആൾക്കാരുമായിരിക്കും ഒരു പക്ഷേ കുംഭമേള നടത്തുന്നതും അല്ല RSSന്റെ പുറമെ നിൽക്കുന്നതും ഒക്കെ എന്ന് വിചാരിക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് UP-ൽ ഒരു മഹാസംഭവം നടന്നു. ലോകം മൊത്തവും ആ മഹാസംഭവത്തിന്റെ പുറകിലാണ്. സ്നാനം എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ കുംഭമേള കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിന് എത്രത്തോളം വലിപ്പമുണ്ടെന്നോ അതിന് എത്രത്തോളം മാഹാത്മ്യമുണ്ടെന്നോ ഒക്കെ അത് അനുഭവിച്ചറിയുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി വിശദീകരിക്കാനുള്ള ഒരു ത്രാണിയോ അല്ലെങ്കിൽ അറിവോ ഒന്നുമില്ല. ഏതായാലും അത് തന്നെയാണ് അത് UP-യുടെ ആ സംസ്ഥാനത്തുണ്ടാക്കിയ മാറ്റം. അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ലോകത്തെ GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നതും ഇതെന്തുകൊണ്ട് ഇത്രയും ഈ കാലത്തിൽ എവിടെ നിന്നൊക്കെ കോടാനുകോടി വരുന്ന അതുവരെ കണ്ടിട്ടില്ലാത്ത റേഷൻ കാർഡ് ഇല്ലാത്ത, തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്ത, ആധാർ കാർഡ് ഇല്ലാത്ത, വോട്ട് ചെയ്യാത്ത സന്യാസിമാർ വരുന്നു. ഇത് ഇവിടെ നിന്ന് വരുന്നതിന് ശേഷം അവരെങ്ങോട്ടോ പോകുന്നു. അവരെ കൊണ്ട് ആർക്കും ഒരു ബാധ്യതയില്ല. അത് അവർ മുണ്ടെടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിനെക്കാട്ടി വലിയ പ്രശ്നം. ഇവരെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. നമ്മുടെ ഇന്ത്യയുടെ GDP-യെ ബാധിക്കുന്ന ഒരു വിഷയവും ഇല്ല. അവർക്കൊരു ആനുകൂല്യം കൊടുക്കണം. എവിടോ പോകുന്നു. ലോകത്ത് ഇവർ താമസിക്കുന്നിടത്ത് വേറെ ആർക്കും താമസിക്കാനും പറ്റത്തില്ല. അതൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം 10 പട്ടാളക്കാർക്ക് പോലും സിറോയിൽ താപ്പോട്ട് പോയാൽ അവർക്ക് വേറെ കോട്ട് കൊടുത്തില്ലേ, പിന്നെ അയാൾ മരിച്ചു പോകും. ആ സ്ഥലത്ത് 10-40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉള്ളിടത്ത് ഒരു തുണി ഇല്ലാതെ ഇവർ ജീവിക്കുന്നുണ്ട്. അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക. ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടെ കിട്ടാൻ മാർഗമൊന്നുമില്ലല്ലോ. അപ്പം അപ്പം ഇതുകൊണ്ട് ഇപ്പം ഇവിടെ വന്നതിന് ഇവർ തിരസ്കരിക്കും. അങ്ങനെ കണ്ട് പറയത്തില്ല, നമ്മൾ വേണ്ട റിപ്പോർട്ട് ചെയ്യണ്ട. അതുകൊണ്ട് കുംഭമേള ആരും അറിഞ്ഞില്ലെന്നാണ് ഇവരുടെ വിചാരം. ഞാൻ ഒട്ടോ പക്ഷി ഓടി ചെന്നിട്ട് തല മണ്ണിനകത്ത് വെക്കും, എന്നിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ വിചാരം പിന്നെ അതിനെ ആരും കാണുന്നില്ലെന്നാണ്. തല അതിൻ്റെ കണ്ണങ്ങ് പറഞ്ഞു പോകത്തില്ലേ എന്ന് പറഞ്ഞാൽ സിന്ധു സൂര്യന്മാർ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് കുംഭമേള ആരും കാണുന്നില്ല. സിന്ധു സൂര്യന്മാർ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെയും ഹിന്ദു സംസ്കാരത്തിൻ്റെ ഈ രീതിയിൽ പറയുന്നതിൻ്റെയും അല്ലെങ്കിൽ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നതും അല്ലെങ്കിൽ അഴിമതി ആരോപണം ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ പീഡനം ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ ഓരോ കാര്യത്തിനകത്തും ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഈ പറയുന്നതെല്ലാം ഇതിൻ്റെ 4 ഇരട്ടി വലുപ്പത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നടക്കുന്ന
മാധ്യമ പ്രവർത്തനത്തിന് ഇതേപോലെ ക്ലാരിറ്റി ഇല്ലായ്മയും പക്ഷവും പിടിക്കുമ്പോൾ ആ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നു ആരെങ്കിലും ധരിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞൊരു കഥ പോലെ പക്ഷം പിടിക്കാതെ സംസാരിച്ചാൽ ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇതിൻ്റെയൊക്കെ പിറകിലെ സാമ്പത്തിക സ്രോതസ് ഇതുപോലുള്ള ആരോ കൈകാര്യം ചെയ്തു. കാരണം കുംഭമേള മോശമാണെന്നും അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം മോശമാണെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണമെന്ന് അച്ചാരം മേടിച്ചിട്ട് പറയുന്നത് പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ മേടിച്ചിട്ടുള്ളവർ പറയുന്നത് പോലെ ആർക്കെങ്കിലും തോന്നിയ സംശയമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെയൊക്കെ ജോലിയും അല്ലെങ്കിൽ ഈ വേലയും ഒക്കെ ആർക്ക് വേണ്ടി എന്ന് വിചാരിച്ചു. ഇപ്പം അവിടെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ. അവിടുത്തെ ഒരു മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അന്ന് തടഞ്ഞതെന്ന് പറഞ്ഞാൽ മുസ്ലിം ആനുകൂല്യം, മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അവിടെ സ്റ്റോപ്പ് ബോംബ് കൊടുത്തത്. അത് കൈ നിൽക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട് ആ സ്റ്റോപ്പ് ബോംബ് പിടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് ബോംബ് കൊടുത്ത് കളക്ടർ പറഞ്ഞ് നടത്തിക്കോളാൻ പറഞ്ഞു. കാരണം മനസ്സിലായോ, സ്റ്റോപ്പ് ബോംബ് കൊടുത്തത് ഇവിടുത്തെ പിണറായി വിജയന്റെ ബുദ്ധിയാണോ ബുദ്ധിയല്ലയോ എന്ന് എനിക്കറിയത്തില്ല. വിചാരിച്ചാണ് മുസ്ലിങ്ങളുടെ ഒരു ആനുകൂല്യം കൂടെ അവിടെ മുസ്ലിങ്ങളായത് പറഞ്ഞേക്കും നിങ്ങൾ വന്ന് നടത്തി വെച്ചു. അവിടുത്തെ ഒരു മുസ്ലിമിന് ഒരു പ്രശ്നമില്ല. അവിടെ കട നടത്തുന്നത് മൊത്തം മുസ്ലിങ്ങളാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതിനെ പ്രോത്സാഹനം കൊടുക്കുന്ന മൊത്തം മുസ്ലിങ്ങൾ. അപ്പം ഇതിനകത്ത് വളരെ കുറച്ച് ആൾക്കാരുടെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരം തിട്ടൂരങ്ങൾ നടപ്പാക്കണമെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ വെൽഫെയർ പാർട്ടിയുടെ കൂട്ടുള്ള ആൾക്കാർ, PFIക്കാരൻ്റെ കൂട്ടുള്ള ആൾക്കാർ അവർ തുലവും കുറവാണ്. മനസ്സിലായില്ലേ? അവരുടെ വക്താക്കളാവുക ഇവരൊക്കെ. മനസ്സിലാവുന്നുണ്ട്? ഇവിടുത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് മൊത്തത്തിൽ ആഘോഷിക്കാൻ എല്ലാവരും നിൽക്കുക. നമ്മുടെ അടുത്തൊരു ഉത്സവത്തിൽ, അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനി വരത്തില്ലേ, മുസ്ലിങ്ങൾ വരത്തില്ലേ, ഹിന്ദുക്കൾ വരത്തില്ലേ? അവർ അമ്പലത്തിനകത്ത് കയറാൻ ഒക്കൊന്നും കയറി. എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ ഉൾപ്പെടെ കയറ്റിയിട്ടുണ്ട്. കാരണം അവർക്ക് അമ്പലത്തിൽ വിശ്വാസമുണ്ട്, അതിനകത്ത് കയറാൻ താല്പര്യമുണ്ട്. ആ അമ്പലത്തിന് അവർ അശുദ്ധിയും വരുത്തുന്നില്ലെന്നുണ്ട് കയറുന്നതിനു ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒന്നും? എനിക്കറിയത്തില്ല അങ്ങനെ തീരുമാനിച്ചിട്ട് ഒരു അങ്ങനെ. അപ്പോൾ ഇത് വേറെ ചില അജണ്ടകളാണ്. അതിൻ്റെ ഭാഗമാണ് സിന്ധു സൂര്യകുമാർ അത്ര ക്ലിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകയുണ്ട്. അവരുടെ സംസാരത്തിനകത്തെല്ലാം അവർക്ക് അജണ്ടയുണ്ട്, അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവർക്ക് വർഗീയമുണ്ട്, അവരുടെ വർത്തമാനത്തിൽ ആരുടെയൊക്കെ സ്വാധീനമുണ്ട്. സ്വന്തമായിട്ട് ഒരു മാധ്യമ പ്രവർത്തക വർത്തമാനം പറയുന്ന തലത്തിൽ വർത്തമാനം പറയുന്ന ആളൊന്നുമല്ല സിന്ധു സൂര്യകുമാർ. ശരിയാണ് സാർ പറഞ്ഞത്. ഈ സിന്ധു സൂര്യകുമാറിനെ പോലുള്ള ചില മാധ്യമ പ്രവർത്തകർക്ക് അജണ്ടയുണ്ട്. പലരും നമ്മൾ വിചാരിക്കും ഈ RSS മുഖമായിട്ടൊക്കെ വരുന്ന ചില ആളുകളുണ്ട്, BJP മുഖ RSS. ഇവരൊന്നും യഥാർത്ഥ BJPക്കാരോ RSSകാരോ അല്ല. ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട്, അന്നത്തിന് വേണ്ടിയിട്ടൊക്കെ, ഈ റീച്ച് ഉണ്ടാക്കാൻ, റേറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണ്. സിന്ധു സൂര്യകുമാർ പിന്നെ ഞാൻ എന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു പോകുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഞാൻ ഇതേ സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും, അതിലെനിക്ക് അജണ്ടയുണ്ട്. അത് കൃത്യമായി ആരെങ്കിലും എതിർ ശബ്ദം ഉയർത്തിയാൽ അവർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനും അവരെ നിരന്തരം കടന്ന് ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവർ വിചാരിച്ചത് ഈ മലപ്പുറത്ത് ഈ കുംഭമേള, കേരളത്തിലെ കുംഭമേള നടക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതങ്ങ് പരാജയമായി പോകും, പിന്നീട് ഉണ്ടാകില്ല എന്ന്. പക്ഷെ വൻ വിജയമായി എന്നുള്ളതാണ്. നിളാതീരത്തെ ആളുകൾ നിറഞ്ഞ് ഒരു പാലം, മരപ്പാലം ഒക്കെ തുറന്ന് അത് ആദ്യം സ്റ്റോപ്പ് മെമ്മൊക്കെ കൊടുത്ത് അങ്ങനെ തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് സാർ പറയുന്നത് പോലെ കളക്ടർ തന്നെ പറഞ്ഞു അത് ആചാരങ്ങൾ, അവരുടെ അവകാശങ്ങൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ. ഈ ഹിന്ദുക്കളുടെ ഇപ്പൊ ഹിന്ദുക്കളുടെ ശബരിമലയിൽ ഇത്രയും കാട്ടുകള്ളന്മാർ കയറി മൊത്തം കൊണ്ടുപോയിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇത് മറ്റേതെങ്കിലും സമുദായത്തിലായിരുന്നുവെങ്കിൽ ഇതിനിടയ്ക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം വോട്ടാണത്. ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ എന്ത് ചെയ്താലും വോട്ട് ചെയ്യുമെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ശബരിമലയൊക്കെ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു സിന്ധു സൂര്യകുമാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരോ വിചാരിച്ചാൽ ഇവിടുത്തെ ഹിന്ദുവിന്റെ ആചാരങ്ങളെ തടുക്കാനോ തകർക്കാനോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മലപ്പുറത്ത് കണ്ടത്.